നടൻ ശ്രീനിവാസന്റെ പൊതുദർശനം പൊതുദർശനം ഇപ്പോൾ എറണാകുളം ടൗൺ ഹാളിൽ തുടരുകയാണ്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം പ്രധാനപ്പെട്ട സിനിമാ മേഖലയടക്കം മമ്മൂട്ടി, മോഹൻലാലും, സത്യനന്ദിക്കാടും ഉൾപ്പെടെയുള്ള ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. 3 മണിവരെയാണ് പൊതുദർശനം നടക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ, അതോടൊപ്പം ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ ഭാര്യ വിമല, അവരെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മമ്മൂട്ടിയും മോഹൻലാലുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമെന്ന് പറഞ്ഞത് സിനിമയ്ക്കും അപ്പുറം അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തിൽ പോലും മമ്മൂട്ടിയുടെ ഇടപെടലുകൾ പല ഇന്റർവ്യൂകളിലും, പല സ്റ്റേജ് ഷോകളിലും, പല സ്റ്റേജ് പരിപാടികളിലുമൊക്കെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ഒരു കഥ ഒരു നുണക്കഥ എന്നൊരു ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം ആരംഭിക്കുകയാണ്. വിമല, അദ്ദേഹത്തിന്റെ ഭാര്യ, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് വിവാഹത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ഇന്നസെന്റ് കയ്യിൽ വെച്ച് തന്ന ഒരു 400 രൂപയായിരുന്നു ശ്രീനിവാസന്റെ കയ്യിൽ ആ സമയത്ത് ആകെ ഉണ്ടായിരുന്നൊരു സമ്പാദ്യം. ആ പണം കൊണ്ട് കല്യാണപ്പെണ്ണിന് വേണ്ട സാരിയും മറ്റുമൊക്കെ വാങ്ങുന്നു. എന്നാൽ വിവാഹത്തിന് സ്വർണ്ണമാലയും താലിയും വേണമെന്നുള്ളത് അമ്മ പറഞ്ഞതോടെ ശ്രീനിവാസൻ ശരിക്കും ബുദ്ധിമുട്ടുകയാണ്. അന്നത്തെ ആ ഒരു കാലത്ത് സ്വർണ്ണമാലയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാമ്പത്തികമായി അത്രയേറെ പ്രതിസന്ധിയും പരാധീനതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അപ്പോഴാണ് കണ്ണൂരിൽ വെച്ച് മമ്മൂട്ടി നായകനാകുന്ന അതിരാത്രം എന്ന സിനിമയുടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഓർക്കുന്നത്. സൗഹൃദമുണ്ട്, കുറച്ച് പണം കൂടി സംഘടിപ്പിക്കാൻ മമ്മൂട്ടിയെ ഒന്ന് കണ്ടുകളയാം എന്ന് ശ്രീനിവാസൻ തീരുമാനിക്കുകയാണ്. പല ഇന്റർവ്യൂകളിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സംഭവിച്ച കാര്യമാണ്. മമ്മൂട്ടി താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തുന്നു, വാതിൽ തുറക്കുന്നു. നാളെ എൻ്റെ കല്യാണമാണ്. അപ്പോൾ മമ്മൂട്ടി അത്ഭുതത്തോടെ ചോദിക്കുന്നു, നാളെയോ? എനിക്കൊരു 2000 രൂപ വേണം. ആരെയും വിളിക്കുന്നില്ല, രജിസ്റ്റർ വിവാഹമാണെന്ന് മമ്മൂട്ടിയോട് പറയുന്നു. ഉടനെ തന്നെ, അപ്പോൾ തന്നെ 2000 രൂപ എടുത്തു തന്നിട്ട് മമ്മൂട്ടി പറഞ്ഞു, കല്യാണത്തിന് ഞാനും വരും. അത് കേട്ടതും അദ്ദേഹം പറയുന്നു, കല്യാണത്തിന് വരരുത്, വന്നാൽ എൻ്റെ കല്യാണം മുടങ്ങും. ഉറപ്പായും വരുമെന്ന് മമ്മൂട്ടിയും പറയുന്നു. ആരെയും അറിയിക്കാതെ ആ രജിസ്റ്റർ വിവാഹം നടത്താൻ തീരുമാനം. എന്നെ ഇവിടെ ആർക്കും അറിയില്ല, എന്നാൽ താങ്കൾ അതുപോലെയല്ല, വലിയൊരു താരമാണ്. വിവാഹത്തിന് താങ്കൾ വന്നാൽ എൻ്റെ വിവാഹം എല്ലാവരും അറിയും, പുറത്തറിയും. അതുകൊണ്ട് താങ്കൾ വിവാഹത്തിന് വരരുത് എന്ന് ശ്രീനിവാസൻ പറഞ്ഞു. ഒടുവിൽ മമ്മൂട്ടി വരില്ല എന്ന് സമ്മതിക്കുന്നു. അങ്ങനെ ശ്രീനിവാസന് സമാധാനമാവുന്നു. അതായത് മമ്മൂട്ടി തന്ന പണം കൊണ്ടാണ് ശ്രീനിവാസൻ സ്വർണ്ണത്താലി വാങ്ങിയത്. രജിസ്റ്റർ ഓഫീസിന്റെ വരാന്തയിൽ വെച്ച് താലികെട്ട് നടത്തി. പലപ്പോഴും ശ്രീനിവാസൻ ആവർത്തിച്ചിട്ടുള്ളതാണ്, ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപയും മുസ്ലിമായ മമ്മൂട്ടി തന്ന 2000 രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിന്റെ കഴുത്തിൽ താൻ താലി ചാർത്തി. ഇങ്ങനെയായിരുന്നു തന്റെ വിവാഹം നടന്നതെന്ന് ഒരുപാട് അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. എന്ത് ജാതി, എന്ത് മതം, അതിനേക്കാളൊക്കെ അപ്പുറം ഈ മനുഷ്യന്മാർ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും അല്ലേ എന്ന് ശ്രീനിവാസൻ ആവർത്തിച്ച് ഇത്തരം ജീവിതാനുഭവങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, നമ്മൾക്കൊക്കെ പ്രചോദനമായിട്ടുള്ളതുമാണ്. അഭിലാഷ് ടി നായരിലേക്ക് പോവുകയാണ്. അഭിലാഷ്, ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയെന്ന് വീണ്ടും അടിവരയിടുന്നത്. സിനിമയ്ക്കുള്ളിൽ മാത്രമുള്ള ഒരു ബന്ധം മാത്രമല്ല, സിനിമയ്ക്ക് പുറത്ത് വിവാഹ ജീവിതത്തിൽ പോലും അടുത്ത സൗഹൃദം പുലർത്തി